സ്ട്രോക്ക് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് പെട്ടെന്നൊരു സ്ട്രോക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ളൊരു സംശയം. സ്ട്രോക്കിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് സമയം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് ടൈം ഈസ് ബ്രെയിൻ എന്നാണ്. അതായത് നമ്മൾ വൈകിപ്പിക്കുന്ന ഓരോ സമയവും തലച്ചോറിൻ്റെ പ്രവർത്തനം തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാനുള്ള സാധ്യതകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ MRIയും CT സ്കാനും എടുത്തു കഴിഞ്ഞ്, അതേപോലെ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളുണ്ട്. സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളുള്ള ഒരാൾക്ക് ഒരു പക്ഷാഘാതം വന്നു, അതായത് കൈ തളർന്നു പോയി, സംസാരിക്കാൻ പറ്റുന്നില്ല, മുഖം കൂടിപ്പോയി, ചുണ്ട് കൂടിപ്പോയി, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്ട്രോക്കിന് ചികിത്സാ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോവുക. കാരണം 1 മണിക്കൂറിനുള്ളിൽ ഈ രക്തം കട്ട പിടിച്ചത് അലിയിക്കാനുള്ള മരുന്ന് നമുക്ക് കൊടുക്കണം. 1 മണിക്കൂറാണ് അതിൻ്റെ ഐഡിയൽ ടൈം പറയുന്നത്. 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ മരുന്ന് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ തലച്ചോറിൻ്റെ സ്ട്രോക്ക് വന്ന് തലച്ചോറിന് കൂടുതൽ ഡാമേജ് വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. താമസിക്കുന്ന ഓരോ മണിക്കൂറും തലച്ചോറിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ആ ഡാമേജ് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, രാത്രി കിടക്കാൻ പോകുമ്പോൾ നോർമലായിരുന്നു, രാവിലെ എണീക്കാൻ വിളിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെ സ്ട്രോക്ക് വന്നു എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ 1 മണിക്കൂറിൻ്റെ പരിധി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ കാരണം ഈ 1 മണിക്കൂർ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞു, 4-4.5 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. 1 മണിക്കൂറാണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ഒരു 3 മുതൽ 4.5 മണിക്കൂർ വരെ, 3 മണിക്കൂർ വരെ കുഴപ്പമില്ല, ചില ആൾക്കാർക്ക് 4.5 മണിക്കൂർ വരെ, അത് MRIയുടെയും CTയുടെയും ഫൈൻഡിങ്സ് വെച്ചിട്ട് 4.5 മണിക്കൂർ വരെ നോക്കി മരുന്ന് കൊടുക്കാം. അതും കഴിഞ്ഞിട്ടുള്ള സമയളവാണെന്നുണ്ടെങ്കിൽ അത് MRI എടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ 4.5 മണിക്കൂറിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനം കിട്ടത്തില്ല. രക്തം കട്ട പിടിച്ച് അലിയിക്കാനുള്ള മരുന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ത്രോംബക്ടമി എന്ന് പറയുന്ന ചെറിയ സർജറി അല്ല, റേഡിയോളജി വിഭാഗം ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രൊസീജിയറാണ്. അതായത് കാലിലെ രക്തക്കുഴലിലൂടെ പോയി ഈ തലച്ചോറിലെ ക്ലോട്ടിനെ എടുത്ത് മാറ്റുക എന്ന് പറയുന്നത്. അതൊരു 16 മുതൽ 24 മണിക്കൂർ, സ്ട്രോക്ക് വന്ന് ഒരു 16 മുതൽ 24 മണിക്കൂർ വരെയുള്ള സമയകാലയളവിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ ഒരു കോമൺ മാൻ എന്ന നിലയിൽ അറിയേണ്ട കാര്യങ്ങൾ, ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ, നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്, മറ്റൊന്നിനും വൈകാതെ, മറ്റൊന്നിനും കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്കിൻ്റെ ചികിത്സ അല്ലെങ്കിൽ ന്യൂറോളജി സംവിധാനമുള്ള ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്.